അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ജലീലാസ് വേൾഡിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു സ്പെഷ്യൽ ഐറ്റമാണ് ഉണ്ടാക്കുന്നത്. ഹണി ഗാർലിക് ചിക്കൻ. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ മെയിനായിട്ട് എടുക്കുന്നത് ചിക്കൻ്റെ ബ്രസ്റ്റ് പാർട്ടാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ബോൺസ് ഇല്ലാത്ത മറ്റു പാർട്സ് ആയാലും മതി കേട്ടോ. അപ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഒരു കിച്ചൺ ടവൽ കൊണ്ടോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ കൊണ്ടോ വെള്ളമെല്ലാം നന്നായിട്ടൊന്ന് അബ്സോർബ് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ടാക്കി എടുക്കുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയില്ലേ, അപ്പോൾ അതും കൂടെ ഒന്ന് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഓൾ പർപ്പസ് ഫ്ലവർ അഥവാ മൈദയില്ലേ 1 ടേബിൾ സ്പൂൺ, അതും കൂടെ ഒന്ന് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിന് ശേഷം ചിക്കനും കുരുമുളകും പൊടിയും ഉപ്പും എല്ലാം കൂടെ എല്ലാ വശത്തും നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോഴേക്കും അത് നന്നായിട്ടൊന്ന് ചിക്കൻ ഈ പൊടിയിൽ നന്നായിട്ടൊന്ന് കോട്ടായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇതിന് ശേഷം ഇത് മാരിനേറ്റ് ചെയ്ത് അങ്ങനെയൊന്നും വെക്കുകയൊന്നും വേണ്ട. ഇനി നമ്മൾക്കൊരു പാൻ ചൂടാകുമ്പോഴേക്കും ഡയറക്റ്റായിട്ട് അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ച് ചൂടാകുമ്പോഴേക്കും ഇത് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. ഫ്രൈ ചെയ്യുമ്പോൾ ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല, ഷാലോ ഫ്രൈ ചെയ്താൽ മതി. നമ്മൾ ചെറിയ പീസസ് ആയിട്ടല്ലേ കട്ട് ചെയ്തിരിക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുക്കായിട്ട് കിട്ടും. ഒരുപാട് എന്താ പറയുക, കുക്ക് ചെയ്ത് അങ്ങ് ഫ്രൈ ചെയ്ത് അങ്ങനെ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഷാലോ ഫ്രൈ ചെയ്ത് ചെയ്യുമ്പോൾ തന്നെ അത്യാവശ്യം നന്നായിട്ട് തന്നെ നമ്മുടെ ചിക്കന് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ ഓരോരോ പീസ് ഇതുപോലെ ഇട്ടിട്ട് തിരിച്ചു മറിച്ചിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, ചിക്കൻ എല്ലാം നല്ല രീതിയിൽ കുക്കായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഒഴിച്ച ഓയിലില്ലേ ഓൾമോസ്റ്റ് അത്രയും തന്നെ ബാക്കി വരും. അതായത് ചിക്കനിൽ ഒട്ടും ഓയിൽ പിടിക്കില്ല കേട്ടോ. അപ്പോൾ ആ ഓയിലെല്ലാം തന്നെ നമുക്കൊന്ന് ഒരു ബൗളിലേക്ക് ഒന്ന് മാറ്റാം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾക്കിനി ഒരു 20 ഗ്രാം ബട്ടർ ചേർത്ത് കൊടുക്കാം. ആ പാനിലേക്ക് തന്നെ നമുക്ക് ഇട്ടിട്ട് അതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതൊന്ന് മെൽറ്റായി വരുമ്പോഴേക്കും ഒരു 8 മുതൽ 9 വരെ ഗാർലിക് അഥവാ വെളുത്തുള്ളിയില്ലേ, അപ്പോൾ അത് നന്നായിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ചതച്ചും കൂടെ എടുക്കുക കേട്ടോ. അപ്പോൾ അതും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആ ഗാർലിക്കിൻ്റെ റോസ് സ്മെല്ലൊക്കെ ഒന്ന് മാറി ചെറിയ രീതിയിലൊന്ന് കളർ ചേഞ്ച് വരില്ലേ, അതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയ സോസ്, 2 ടേബിൾ സ്പൂൺ ഹണി, ഇത്രയും ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ചിക്കനും ഗാർലിക്കും അതുപോലെ തന്നെ സോയ സോസും ഹണിയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഒരു 10 മുതൽ 20 സെക്കൻഡ് വരെ അത്ര തന്നെ മതിയാവും കേട്ടോ. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആൻഡ് യമ്മി ഹണി ഗാർലിക് ചിക്കൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്കൊന്ന് ഗാർണിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും നല്ലൊരു ഫ്ലേവറും സ്മെല്ലൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് സ്പ്രിംഗ് അനിയനും കൂടെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇനി നല്ല എരിവ് ഇഷ്ടമുള്ളവർക്ക് നമ്മൾക്ക് ലാസ്റ്റ് സ്റ്റേജിൽ നമ്മൾ ഹണിയും അതുപോലെ തന്നെ സോയ സോസൊക്കെ ഒഴിക്കുന്ന സമയത്ത് തന്നെ കുറച്ച് കുരുമുളക് പൊടിയില്ലേ അതും കൂടെ വന്നിട്ട് ക്രഷ് ചെയ്ത് ഇട്ട് കൊടുക്കുക കേട്ടോ. നല്ല സ്പൈസ് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയും കൂടെ ചെയ്യാം. അപ്പോൾ എത്രയേ ഉള്ളൂ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസിയാണ്, വളരെ ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ കുട്ടികളുടെ ലഞ്ച് ബോക്സിലേക്കൊക്കെ കൊടുത്തു വിടാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്ക് ഐറ്റം കൂടിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും നല്ല വീഡിയോസുമായി വരുന്നത് വരേക്കും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മസ്സലാമ.